ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതായി വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് കാർഡ് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. കാർഡ് ഷഫിൾ ചെയ്യാണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കുകയാണ്. ആദ്യത്തെ കാർഡ് കിങ് ഓഫ് വൺസ് റിവേഴ്സ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ. കുറെ നാളായിട്ട് കിട്ടാത്തൊരു കാർഡാണ് ലവേഴ്സ് കാർഡ്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിന്റെ എനർജി. വളരെ പോസിറ്റീവായിട്ട് തന്നെ ആട്ടോ ഇന്നത്തെ റീഡിങ്. ഡെവിൾ കാർഡ് റിവേഴ്സ് ആണ്. വേൾഡ് റിവേഴ്സ് ആണ്. ഏസ് ഓഫ് കപ്സ്. സിക്സ് ഓഫ് പെന്റക്കിൾ. ഏസ് ഓഫ് പെന്റക്കിൾ. ഓക്കെ, ഇത്രയും മതി. ഇതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. കിങ് ഓഫ് വാൺസ് റിവേഴ്സ് ആ വന്നിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് ബീങ് എ ഓവർലി ആംബിഷ്യസ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഈഗോ മാനിയ എന്ന് പറയുന്നു. ഈഗോ ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇംപേഷ്യൻസിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ അവർ പദ്ധതി ഇട്ടിട്ടുള്ളത് ഒരു എംപററെ പോലെ ജീവിക്കുക എന്നാണ്. അവരുടെ ഫാമിലിയിൽ അങ്ങനെ തന്നെ ആയിരിക്കാം, അവരുടെ കരിയറിൽ അങ്ങനെ തന്നെ ആയിരിക്കാം. മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു നിലപാടോട് കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് എന്ത് തന്നെ ആയാലും ഈഗോ ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഈഗോ തന്നെയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് എന്ന് പറയാണ്. ഇന്നൊരു സെപ്പറേഷൻ വരാൻ കാരണം അവരിലെ ഈഗോ ആണെന്ന് യൂണിവേഴ്സ് പറയാണ്. എന്നാലേ മാറ്റാണ് വന്നിട്ടുള്ളത് അവർക്ക്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത്. അവർ മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞു, മാറി നിൽക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്കിടയിൽ ഒരു മാറ്റം സംഭവിക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, ചേഞ്ച് സംഭവിക്കുന്നു എന്നാണ്. ഇവിടെ ആ ഒരു സൈക്കിൾ തിരിയാണ്. നിങ്ങളും അവരും ഒരു കർമ്മ അനുഭവിക്കേണ്ടതിന്റെ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സ്നേഹം അവരെത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. ഇത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടോ, ആ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല എന്നാ പറയുന്നേ. ഇന്ന് അവരുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ അവരെ പൂർണ്ണതയിൽ എത്തൂ എന്നവർ തിരിച്ചറിയുന്നു. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവരിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്, മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. വളരെയേറെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അവര്. അതൊന്നും അത്ര കണ്ട് നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ആ തിരിച്ചറിവ് എന്തിലേക്കാണ് എത്തിക്കുന്നത്? ലവേഴ്സ് കാർഡിലേക്കാണ് എത്തിക്കുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. എനിക്ക് എന്റെ പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നവർ തിരിച്ചറിയുകയാണ്. ഈ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്ട് എന്ന് പറയുന്ന കാര്യമാണ് അവരിലേക്ക് തിരിച്ചറിവ് എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്, നേർപാതിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആദ്യമൊക്കെ ഒരു ചോയ്സ് ആയിരുന്നു നിങ്ങൾ. പിന്നീടാണ് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാർമണിയിലേക്ക് ഈ ബന്ധത്തെ എത്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹെൽത്തി ബൗണ്ടറി വെച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് സ്വയം ട്രസ്റ്റ് ചെയ്യാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെ അവിടെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ മറ്റുള്ളവരുടെ വാക്ക് പ്രവൃത്തി തന്നെയാണ് ഈ ഒരു സെപ്പറേഷന് കാരണം. ഇന്ന് അവരെ ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് സ്വയം ചിന്തിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പൊ നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം അവർ തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന് പറയാണ്. അവരുടെ എനർജി എല്ലാം റിലീസായി പോകുന്നത് പോലെ ഫീൽ ചെയ്യാണ്. സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യാണ്. വർക്കിംഗ് എവേ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഡിസപ്പോയിൻമെന്റ് ആണ്. അപ്പൊ തെറ്റ് ചെയ്തത് അവരാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരിലേക്ക് എവിഡൻസ് ഇല്ലാതെ വരികയാണ്. തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തുകയാണ്. എപ്പോഴും എല്ലാം ഉണ്ടായിന്ന് വരും.
അവർക്കൊരു അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഈഗോ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ള അഹങ്കാരം, എനിക്ക് ഇത്രയും കഴിവുണ്ട് എന്നുള്ള അഹങ്കാരം. അതിനൊക്കെ ഒരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. യൂണിവേഴ്സ് അങ്ങനെയൊന്നും ഒരാളെയും മാറ്റിക്കൊണ്ടുപോകൂല. കാരണം ശരി ഏത് ഭാഗത്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആരുടെ സ്നേഹമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, ആരുടെ പ്രയറാണ്, അതൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ വിലയുടെ യൂണിവേഴ്സ്. ഇവിടെ വിലയിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് തിരിച്ചറിയുന്ന യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അവരെ എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ തേർഡ് പാർട്ടി ഡബിൾ കാർഡ് റിവേഴ്സാ വന്നിട്ടുള്ളത്. ചങ്ങലകൾ, ബന്ധിക്കപ്പെട്ടിരുന്ന ചങ്ങലകൾ ഉണ്ടല്ലോ, അഴിഞ്ഞു മാറുകയാണ്, അഴിഞ്ഞു വീഴുകയാണ് എന്ന് പറയുന്നു. ഇവിടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയെ കാണിക്കുന്നത് ബ്രേക്ക് ദി ചെയിൻ എന്നാണ് കാണിക്കുന്നത്. അവരെന്തിലാണോ ട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ അവർക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളാണ് ശരിയെന്ന് അവർ തിരിച്ചറിയുകയാണ്. അപ്പോൾ ചങ്ങലകൾ, ബന്ധിക്കപ്പെടുന്ന ചങ്ങലകൾ റിലീസ് ചെയ്യാണ്. നെക്സ്റ്റ് കാർഡ് വേൾഡ് കാർഡ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. ഇവിടെ വേൾഡ് കാർഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാല് അവരിലേക്ക് ഷോർട്ട് കട്ടിനെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, ഷോർട്ട് കട്ട് സ്വീകരിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ജീവിതത്തില് അവർക്ക് അവരുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് അവർ തിരിച്ചറിയാണ്. അപ്പോ യൂണിവേഴ്സ് അവരിലേക്ക് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരിലേക്ക് ഡിലേസ് ആണ് കാണിക്കുന്നത്. അവര് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. ആ പ്ലാനിങ് ഒക്കെ അവിടെ സാധിക്കാതെ പാതി വഴി നിൽക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങളെല്ലാം പാതി വഴി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളോട് ചെയ്ത തെറ്റ് തന്നെയാണ് അവിടെ യൂണിവേഴ്സ് അവർക്കൊരു ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ പൂർണ്ണതയിൽ എത്തൂ എന്ന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ പറയാണ്. ഏസ് ഓഫ് കപ്സിന്റെ എനർജി തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യൂ ബിഗിനിങ്ങിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ന്യൂ കണക്ഷനാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ന്യൂ റൊമാൻറ്റിക് പാർട്ട്ണറാണ് നിങ്ങളെന്ന് തിരിച്ചറിയുന്നു. ഇവിടെ ഈ ബന്ധത്തിൽ സന്തോഷം തന്നെയാണ് കാണിക്കുന്നത്, ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്. അവേക്കനിങ് ദി ഹേർട്ട് എന്നാണ്. അപ്പോൾ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്ന നിങ്ങളിലേക്കാണ്. ഒരുപാട് ലെസൺസ് പഠിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരിച്ചറിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോൾമേറ്റ് കണക്ഷൻ ആണെന്ന ഫീൽ തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ രണ്ട് വഴികളിലൂടെ, രണ്ട് വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസിനെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. 6 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു മെസ്സേജ്, ആ ഒരു കോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് മാറുകയാണ്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും, രണ്ട് ഭാഗത്ത് നിന്ന്, രണ്ട് ആളുകളിൽ നിന്നൊക്കെയാണ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് കാണിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞാൽ 6 ദിവസത്തിനുള്ളിൽ എന്നുള്ളൊരു എനർജിയും വരുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിളിന്റെ എനർജി ഇവിടെ ന്യൂ ബിഗിനിങ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. തുടക്കമാണ്. ഈ ഒരു ബന്ധത്തിൽ തുടക്കം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നു. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയമായി എന്ന് പറയുന്നു നിങ്ങൾക്കും അവർക്കും. ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സക്സസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ആംബിഷൻ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പോവുക. മാനിഫെസ്റ്റ് ടുഗദർ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധത്തിൽ പ്രോസ്പെരിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിലാണോ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നേ, ആ ഒരു കാര്യം സാധ്യമായി എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നമുക്കിനി ഓറക്കിൾ ഡെക്ക് ഒന്ന് എടുത്ത് നോക്കാം. സീക്രറ്റ്സ്, ഐ ഹാവ് ടോൾഡ് യു എവറിത്തിങ്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളോട് പറയുമെന്നാണ്. സീക്രറ്റ്സ് ഇവിടെ റിവീൽ ചെയ്യപ്പെടുന്നു എന്നാണ്. സോൾ ടൈം, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ആ ഒരു ഫീലിങ്സ് ഉണ്ടെന്നാണ്, ആ ഒരു സ്നേഹമുണ്ടെന്നാണ്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അൺഫിനിഷ്ഡ് ബിസിനസ്, വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ്, സോൾവ് ചെയ്യേണ്ടതുണ്ടെന്നാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കമ്മിറ്റ്മെന്റ്, ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് അവർ ക്ഷണിക്കുകയാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്?
അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്ന് തന്നെയാണ് കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ന്യൂസ്.